പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള വരവോടെ എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലായിരിക്കുകയാണ്. എൻഡിഎ ക്യാമ്പിനും പ്രവർത്തകർക്കും ആത്മവിശ്വാസവും കരുത്തും പകർന്നാണ് പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് മടങ്ങിയത്. അതേസമയം പ്രധാനമന്ത്രിയുടെ അടിക്കടിയുള്ള വരവിൽ ഇടത് വലത് മുന്നണികൾക്കിടയിൽ ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തികയുണ്ട്. രശ്മി, എന്തായാലും ഈ എൻഡിഎ ക്യാമ്പിന് ഊർജം കൂടുക തന്നെയാണ് പ്രധാനമന്ത്രി ഇന്നലെ വന്നതോടുകൂടി. ഒപ്പം ഇങ്ങനെ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷം ഇത് രണ്ടാമത്തെ വരവാണ് കേരളത്തിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ ഈ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഈ CPM-നും ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോൺഗ്രസിനും ആയിക്കോട്ടെ, വലിയ തിരിച്ചടികൾ തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഈ CPM ഭരണത്തിന് കീഴിലുള്ള അഴിമതി അടക്കം, കരുവന്നൂരിലെ സംഭവങ്ങളടക്കം അതിലൊക്കെ തന്നെ പ്രതിരോധത്തിലാവുകയോട് തന്നെയല്ലേ ചെയ്യുന്നത് CPM-ഉം. CPM ഇപ്പോൾ നിലവിൽ കടുത്ത പ്രതിരോധത്തിലാണ്. രജനി, കരുവന്നൂർ വിഷയം ഉൾപ്പെടെ കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം അടിക്കടി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് NDA ക്യാമ്പ് ണ്ട് എന്ന് നമുക്ക് പറയാം. കാരണം ഇനി വെറും 10 നാളുകൾ മാത്രമാണ് ആ ഒരു ദിവസത്തിനായി ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറി അത് കുറച്ചുകൂടി ഒരു ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണം അത് വലിയ രീതിയിൽ വളരെ ശക്തമായി തന്നെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരാണ് ഈ ഒരു പ്രചാരണത്തിലേക്കൊക്കെ രംഗത്തിരുന്നതും. സാംസ്കാരിക രംഗത്തുള്ളവർ തന്നെ കൂടുതൽ പ്രചാരണ രംഗത്ത് സജീവമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസം സ്വർണ്ണ കമലം എന്നുള്ള സംഘടന വരെ രൂപീകരിച്ചിരുന്നു. ആയിരക്കണക്കിന് പേരാണ് ഇതിൽ പങ്കാളികളായി എത്തിയത്. കാരണം രാജീവ് ചന്ദ്രശേഖരനും ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി V മുരളീധരനൊക്കെ പിന്തുണ നൽകിക്കൊണ്ട് വിവിധ മേഖലകളിൽ, അത് സിനിമ മാത്രമല്ല, സിനിമ, നാടകം, രചന, അത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ളവരെല്ലാം തന്നെ NDAക്ക് പിന്തുണ നൽകി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നേരത്തെ ഉള്ള തെരഞ്ഞെടുപ്പിൽ, അതിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും NDAയുടെ വോട്ട് നിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മൾ കണ്ടതാണത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും. അതിന് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് പ്രകടമാക്കുന്നത്. അത് ആ ഒരു NDAക്കുള്ള സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതിന് തെളിവാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തൊക്കെ എത്തിയ സമയത്ത് ആ ഒരു ജനങ്ങൾക്കിടയിൽ കണ്ട അദ്ദേഹത്തിനൊരു ആ ഒരു സ്വീകാര്യത എന്നുള്ളത്. അതും പ്രത്യേകിച്ച് NDA ക്യാമ്പുകളും ഇരട്ടി ആവേശമാണ്. അതും കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നുള്ളത് എപ്പോഴും സംസ്ഥാന സർക്കാർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ മറ്റൊരു പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ പോലും തുടർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നു. അദ്ദേഹം ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ വളരെ വേഗം പൂർത്തിയാക്കുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രത്യേകത. മോദി ഗ്യാരണ്ടി എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോൾ തന്നെ ഇടത് വലത് മുന്നണികളെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഏറ്റവും പ്രധാനമായും ഈ ജനങ്ങൾ തന്നെ വലിയ രീതിയിൽ ഈ ഇടത് സർക്കാരിന്റെ ഭരണത്തിൽ വളരെ അതൃപ്തരാണ്. കാരണം പലതരത്തിൽ ഈ മാസപ്പടി വിഷയമാണെങ്കിലും, കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പാണെങ്കിലും, സംസ്ഥാനത്തൊരു സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും, ഇതെല്ലാം തന്നെ ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒക്കെ തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലൊക്കെ തന്നെ സാധാരണക്കാരെ, അവർക്ക് നിക്ഷേപകരെ സഹായിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മാത്രമല്ല, ഈ ഒരു കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി, അത് സർക്കാരിന്റെ ഒരു കെടുകാര്യസ്ഥതയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചത് എന്നുള്ളതും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. മാത്രമല്ല, മുഖ്യമന്ത്രി മകൾ വീണ വിജയനും ഒക്കെ എതിരായിട്ടുള്ള മാസപ്പടി കേസ്, ഇതൊക്കെ തന്നെ പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഏതായാലും അദ്ദേഹം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കേൾക്കുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ആ ഒരു വേദിയിൽ അണിനിരുന്നത്. ആ വേദിക്ക് പുറത്തും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു വരവ് കാത്തു നിൽക്കുന്നതൊക്കെ ആയിരക്കണക്കിന് പേരാണ് തലസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ ഉൾപ്പെടെ ഈ ഒരു റോഡിന്റെ ഇരു വീതികളിലും കാത്തുനിന്നത്. അത്തരത്തിൽ വലിയ സ്വീകാര്യതയാണ് ഈ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത്, NDA സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ NDA ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും തന്നെയില്ല. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ, ഏതാനും 10 ദിവസങ്ങൾ മാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസത്തിനായി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഏതാണ്ട് ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇടത് വലത് മുന്നണികളുടെ പ്രചാരണവും തുടരുന്നുണ്ട്. അവരുടെ നേതാക്കളൊക്കെ തന്നെ ഇന്നും നിരവധി പേർ തലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു പടി മുന്നിൽ തന്നെയാണ് NDA. ഇതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൊക്കെ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് വളരെ വേറിട്ട രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അത് തീരദേശ മേഖലകളിലാണെങ്കിലും
മറ്റ് യുവാക്കൾക്കിടയിലൊക്കെ തന്നെ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രചാരണവും കൊഴുക്കുന്നത്. ഏതായാലും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രജനി, പറയുന്നത് ചെയ്യുക എന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിയിൽ വിശ്വാസം അർപ്പിക്കുകയാണ് കേരള ജനതയും. അതുതന്നെയാണ് ഇന്നലെ തിരുവനന്തപുരത്തും ഒപ്പം കുന്നംകുളത്തും, തൃശ്ശൂരിലെ കുന്നംകുളത്തും തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലും കണ്ട ജനബാഹുല്യം എന്ന് പറയുന്നത് NDA ക്യാമ്പിനും പ്രവർത്തകർക്കും ആത്മവിശ്വാസവും കരുത്തും പകർന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ കേരളത്തിലെ വരവ്. ഒപ്പം CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക തന്നെയായിരുന്നു ഈ പ്രധാനമന്ത്രിയുടെ അടിക്കിടിയുള്ള വരവ് കൂടി. വിശദാംശങ്ങളാണ് രശ്മി കാർത്തിക നൽകിയത്.